ഇത് വേണ്ട, വേറെ തരൂ. ഇപ്പൊ ഇതേ സ്റ്റോക്കുള്ളൂ. ഇതില്ല, ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. സോറി. ഹലോ, can I help you? ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട. അന്ന് ഞാൻ സ്വാമിയുടെ കൂടെ വന്നപ്പോൾ കഴിച്ച ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇതിനില്ല. ഐ വാണ്ട് ദാറ്റ് ഐസ്ക്രീം. It's not available now. പ്ലീസ് ഒരെണ്ണമെങ്കിലും തരണം. Sorry, I can't help you. നാളെ വരൂ. എന്താന്നറിയില്ല, ചാന്ദിനി കഥ തുറക്കണില്ല. ചാന്ദിനി, ധൈര്യം വിടാതെ, അച്ഛനില്ലേ കൂടെ? അവക്കൊന്നുമില്ലടാ. ദ സെയിം കേസ്, ഡ്രഗ്സ്. ആ പെൺകുട്ടി സ്ഥിരമായി മയക്കുമരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഡ്രഗ്സ് കിട്ടാതെ വന്നപ്പോ വിത്ഡ്രോൾ സിംറ്റംസ് കാണിക്കുകയാണ്. ബട്ട് ഡോക്ടർ, ഈ കുട്ടി ആ തരത്തിൽപ്പെട്ടതല്ല. ആരും കണ്ടതായി പറയുന്നില്ല. ഹോസ്റ്റലേഴ്സോ റൂംമേറ്റ്സോ ആരും. നോക്കൂ മിസ്റ്റർ, ആ കുട്ടിയുടെ ശരീരത്തിൽ മയക്കുമരുന്നുകൾ ചെല്ലുന്നതായി ഡയഗ്നോസിസ് റിപ്പോർട്ട്സ് കാണിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടാവാം, ചിലപ്പോ ആ കുട്ടി പോലും അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാവാം. ക്രാക്ക് എന്നു പേരുള്ള ഒരുതരം മയക്കുമരുന്നുണ്ട്. 1-2 തവണത്തെ ഉപയോഗം ഒരാളെ അതിന് അഡിക്റ്റ് ആക്കും. ഐ തിങ്ക് ഷി ഹസ് ട്രൈഡ് ദാറ്റ്. എന്റെ പൊന്ന് സാറേ, ചതിക്കരുത്. വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമോ? ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്ന് കലർത്തി പെമ്പിള്ളേർക്ക് കൊടുത്തിട്ട് വേണോടാ അതിന്റെ വയറ്റിപ്പഴപ്പ്. ഇന്നത്തോടെ നടത്തണം ഈ ബിസിനസ്, അല്ലെങ്കിൽ... അയ്യോ, സ്വാമി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല സ്വാമി.
സാർ സാർ പോലീസിനെ വിളിക്കണം. ക്യാമ്പസിനകത്ത് പോലീസിനെ കയറ്റാൻ പാടില്ല സ്വാമി. ഇനി ഈ ക്യാമ്പസിനകത്ത് ആ വിഷം വെക്കാൻ കൊണ്ടുവന്ന് അരിഞ്ഞു തന്നെ ഞാൻ പട്ടിക്കെറിഞ്ഞു കൊടുക്കും. മനസ്സിലാക്കണം? എങ്ങനെയുണ്ട് ചാന്ദിനിക്ക്? ആ ഏതോണ്ട്. ബോബിയുടെ കാര്യം അവനാകെ തകർന്നിരിക്കുക. അവളുടെ പേരൻസിനെ അറിയിച്ചെന്നല്ലേ പറഞ്ഞത്? ആ അവര് നാളെ മറ്റന്നാളെ എത്തും. അച്ഛനെ പ്രിൻസിപ്പൽ തിരക്കുന്നു. വരട്ടെ. പ്രധാനപ്പെട്ട 2 ന്യൂസ് ഉണ്ട് പറയാൻ. ഒന്നൊരു സാഡ് ന്യൂസ്, മറ്റൊന്നൊരു ഗ്ലാഡ് ന്യൂസ്. സാഡ് ന്യൂസ്, തന്റെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഗ്ലാഡ് ന്യൂസ്, ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നു. സാർ, തന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയി നിന്നതിന്റെ പ്രതികാരം തീർത്ത മാനേജ്മെന്റ്. അവരെനിക്ക് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു. അതിനെനിക്ക് മനസ്സില്ല. കഴിഞ്ഞുകൂടാൻ എനിക്ക് ബുക്സിന്റെ റോയൽറ്റി കിട്ടാനുണ്ടോ ധാരാളം. പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുന്നതിന്റെ ബോറടി ഓർക്കുമ്പോൾ ഒരിത്, അത്രേ ഉള്ളൂ. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? രാജിവെക്കാൻ സാർ ഉറച്ചോ? പിന്നെ അതാടോ നല്ലത്. 2 ആഴ്ച കൂടെ ഞാനിവിടെ കാണും. നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ശരിയാ സാറേ, പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവസാന കാലത്താ കണ്ടതെങ്കിലും താനൊരു റിലീഫായിരുന്നു. എടാവേ, പ്രിൻസിക്ക് ട്രാൻസ്ഫർ. ആ വലിയ മനുഷ്യന് നമ്മളൊരു യാത്രയപ്പ് കൊടുക്കുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പുല്ലും പ്രതീക്ഷിക്കണ്ട. പക്ഷെ നമ്മളത് ചെയ്യുന്നു. എന്നാ പറയുന്നു?
ആരാടാ കൊല്ലു ഞാൻ ഡേഡി എവിടെയാ? എനിക്കറിയില്ല. അത് അസനെ അറിയൂ. ബ്ലാക്ക് സ്പ്രിംഗിലെ dirty rat, where is the son of a bitch? Tell me. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയണം. വിഷ്ണുവിനെ ഡീഡി പൊക്കിക്കൊണ്ടുപോയി. എടാ അവനെ വല്ലതും ദ്രോഹിച്ചാലുണ്ടല്ലോ. എവിടെ അവനെ കൊണ്ടുപോയത്? बोल कौन है जानी बोल. उसको हमसे टकराने तक का हिम्मत आया है, वो भी टीडी से. അച്ഛാ വിഷ്ണു അപകടത്തിലാ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ഒന്ന് പേടിക്കാതിരിക്കണ്ട ബോബി, അവനൊന്നും സംഭവിക്കില്ല. അവന്റെ മാളെവിടാന്ന് പറയടാ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. मैं डीडी बोलता हूँ. तुम्हारा लड़का मेरे पास है. हसन को छोड़ दे, नहीं तो अभी उसका डेड बॉडी भेजता हूँ. क्या എടാ എന്റെ ചെറുക്കന്റെ ദേഹത്തൊരു പോറേൽപ്പിച്ച കീറിക്കളയും ഞാൻ. डीडी एक बार सिर्फ बोलेगा क्या? 30 मिनट का टाइम देता हूँ, उससे पहले हसन मेरे पास चाहिए. क्या 30 മിനിറ്റ് അല്ല 30 മണിക്കൂർ കഴിഞ്ഞാലും ഹസൻ വിടുന്ന പ്രശ്നമില്ല. നീ ഇവിടെ വരണം. ഹലോ हेलो. जॉनी तो मेरे को नहीं जानता है, मगर तू तो जानता है ना. डीडी क्या कर सकता है? सुअर का बच्चा. बोल. ജോണി പിള്ളേർക്കെല്ലാം വിഷ്ണുവിന്റെ കാര്യം ടെൻഷൻ എനിക്കുണ്ട് സാറേ. പോലീസിനെ അറിയിക്കുന്നതാണ് ബുദ്ധി, ഇല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ കൂടുതൽ കുഴപ്പമാവുള്ളൂ. ഇവനെ വിട്ടേക്ക് അച്ചായ. വിട്ടാലോ? എടാ ആകെയുള്ള ഒരു തുരുമ്പ മറ്റവനെ പിടിക്കാൻ. വിഷ്ണുവിനെ അയാൾ വല്ലതും ചെയ്യൂ. എടാ അവനൊന്നും ചെയ്യല, ചുമ്മാ വിരട്ടുന്നവൻ. मैं तेरे को मारूंगा, अभी एकदम नहीं मारूंगा, धीरे धीरे करके मारूंगा. कैसे जानता है? ഡീഡി കുഴപ്പക്കാരനാ, അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. എടാ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നേ. അവന്റെ കളി ഇന്നത്തോണ്ട് തീരണം. ഈ കളി അപകടമാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ സാറേ, സാറൊന്ന് പേടിക്കാൻ നിൽക്കണം. ജോണി അയാൾ അരമണിക്കൂർ എന്നാ പറഞ്ഞത്. എന്റെ സാറേ, അവന്റെ വാക്ക് കേട്ട് ഇവനെ വിട്ടാലുണ്ടല്ലോ പിന്നെ. ജോണി നമുക്കുണ്ടായിട്ടുള്ള പഴയ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി സാറേ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഇത് ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് അവൻ ഈ ക്യാമ്പസിനകത്ത് കാണിക്കുന്ന പോക്കെടുത്തിരുന്നത് യാതൊരു ലിമിറ്റും ഇല്ല. എത്ര പിള്ളേരാ ഡഗടിച്ചായത്. കോച്ച് മോഹനകൃഷ്ണൻ, അത്ലറ്റ് ആനി ജോൺ, ഞാനൊന്നും പറയണ്ടല്ലോ. बच्चे, ये डीडी का दुनिया है, समझे? इस दुनिया में आके अभी तक कोई वापस नहीं गया. क्या हिम्मत है तो उसको आके लेके जा. बोले അച്ചായ നമുക്ക് വാശി വേണ്ട. വിഷ്ണുവിന്റെ കാര്യം ഓർക്കുമ്പോ ഇവനെ വിട്ടേക്ക് അച്ചായ പ്ലീസ്. ശരി, പക്ഷേ ഇവൻ തനിച്ചിവിടെ നിന്ന് പോവില്ല, കൂടെ ഞാനും ഉണ്ടാവും. मैंने आधे घंटे का टाइम दिया था उसको, अभी तक उसने हसन को नहीं छोड़ा. क्यों? बोल बोल क्यों?
ഇവന്റെ വാശിയായതിന് കാരണം എറിയവൻ. എനിക്ക് കാണണ്ട, ദുഷ്ടന. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇല്ലേ? പൊക്കോ. നിങ്ങൾ എന്റെ ആരുമല്ല. പൊക്കോളാൻ. പൊക്കോ. Huh?